പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഏറെ ബഹുമാനിക്കുന്ന, അതിനേക്കാൾ ഉപരി വളരെ താല്പര്യപൂർവ്വം വീക്ഷിക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ചാനലാണ് റിഡക്റ്റീവ്. അതിലെ യുവാക്കളായ യോദ്ധാക്കൾ തികഞ്ഞ പാണ്ഡിത്യമുള്ളവരെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അവരുമായി അല്പം ഇടപഴകാനുള്ള സാഹചര്യം കിട്ടിയ വ്യക്തി എന്ന നിലയ്ക്ക് മാതൃകാ യുക്തിവാദികൾ എന്നുവരെ അവരെ ഞാൻ വിശേഷിപ്പിക്കും. യുവതിയുടെ, ചെറുപ്പക്കാരുടെ യുക്തിവാദം എന്താണ്, എങ്ങനെ എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളുടെയും മറ്റും പേടി സ്വപ്നമാണ് അവർ. അവരുമായി LGBT വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വമ്പൻ പുലികൾ സംസാരത്തിന് ഇന്നുവരെ തയ്യാറായിട്ടില്ല. അവരുമായി ഏതു വിഷയത്തിലും സംസാരിക്കാൻ മുജാഹിദിന് പേടിയാണ്. കാരണം അത്രത്തോളം അറിവിൻ്റെ ആർജവമുള്ള ആളുകളാണ് അവർ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, അവർ ഈ ഇടയ്ക്ക് ചെയ്ത ഒരബദ്ധം, എൻ്റെ അഭിപ്രായത്തിൽ, അവർക്കത് ശരിയായിരിക്കാം, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവർ കാണിച്ച ഒരു അബദ്ധം തുറന്നു കാണിക്കാൻ വേണ്ടി. ജനാധിപത്യത്തിൽ വിമർശനവും അതിൻ്റെ ഭാഗമാണ്. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയാൽ അത് അവരോട് പറയാനുള്ള ബാധ്യത ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് ഉള്ളതുകൊണ്ട് അത് ഞാനും എടുക്കുക. അപ്പോൾ എന്താ വിഷയം? അവർ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലൈവ് ഷോ, അതിനിടയ്ക്ക് അവസാന ഭാഗത്ത് ആരിഫ് ഹുസൈൻ കയറി വന്നു. ആരിഫ് ഹുസൈനോട് സംസാരിക്കുന്നത് തെറ്റില്ല, ഞാനും സംസാരിച്ച ആളാണ്. അവിടെ പറ്റിയ പിഴവ്, ആരിഫ് ഹുസൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. അവിടെ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ഫാസിസ്റ്റുകളുമായി, അതായത് നമ്മൾ തീരെ വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത, എതിർക്കുന്ന, അടുപ്പം കാണിക്കാൻ വൈമുഖ്യമുള്ള ആളുകളുമായി ചർച്ച വേണോ എന്ന്. അത് പൊടുന്നനവേ നമുക്ക് പറയാവുന്ന ഒരു ഉത്തരം വേണമെന്ന്. ചർച്ച ആരുമായിട്ടും ആകാമെന്ന്. അത് ഒരു പരിധിക്ക് ശരിയാണെങ്കിലും ഈ ആരിഫ് ഹുസൈൻ്റെ കാര്യത്തിൽ ആരിഫ് ഹുസൈൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ആരിഫ് ഹുസൈൻ BJP സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തുന്നത് മാത്രമാണോ വിഷയം? അല്ല, അദ്ദേഹം അവരുടെ പക്ഷത്താണ്. വർത്തമാനങ്ങൾ ആ രീതിയിലാണ്. അതായത് ബോധപൂർവം തന്നെ ഒരു വിഭാഗം ആളുകളെ, മുസ്ലിം വിഭാഗം ആളുകളെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് കടന്നാക്രമിക്കുക ഏതു കാര്യത്തിനും, ദിനം പ്രതേണ എന്നോണം. അതിൽ 1-2 കാര്യങ്ങൾ, അത് മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ നമ്പാൻ കൊള്ളില്ല എന്നുള്ള വർത്തമാനം. മുസ്ലിങ്ങളെ നമ്പാൻ കൊള്ളില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ, ഇതെൻ്റെ മാത്രം അഭിപ്രായം, ഹിന്ദുക്കളെയും കൊള്ളില്ല, ക്രിസ്ത്യാനികളെയും കൊള്ളില്ല. മുസ്ലിങ്ങൾക്കും മാത്രം നമ്പാൻ കൊള്ളാത്ത രീതിയിൽ ഒരു കൊമ്പുമില്ല എന്നാണ് എൻ്റെ ധാരണ. എല്ലാ മതവിഭാഗത്തിലും തീവ്രവാദികളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തീവ്രവാദികളുണ്ട്. ഏതു പ്രത്യയശാസ്ത്രം കൊണ്ടാടുന്നവരും ചിലപ്പോൾ തീവ്രവാദികളായി മാറും. അതിൽ ഒരു വിഭാഗത്തിനു മാത്രമാണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ജീവിക്കുന്ന ഇന്ത്യയെ മറന്നുള്ള, ഭാരതത്തെ മറന്നുള്ള വർത്തമാനമാണ്. ഇപ്പം നിങ്ങൾ കാണുക, UAE അവിടെ ക്ഷേത്രം രാജാവ് തന്നെ ഭൂമി നൽകി നിർമ്മിച്ചു
ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ദുബായിൽ പലവട്ടം പോയിട്ടുള്ള ആളാണ്. അവിടുത്തെ ദുബായ് മാളിൽ ചെന്നാൽ നിങ്ങൾക്ക് അർദ്ധനഗ്നകളായ വനിതകളെ യഥേഷ്ടം കാണാൻ സാധിക്കും. രണ്ടു കാര്യം വളരെ പ്രസക്തമാണ്. ഒന്ന്, ഖദർ അല്ല മൂടാവി പേര്, അതായത് സ്ത്രീകൾക്കുള്ള പ്രത്യേക വേഷവിധാനം അണിഞ്ഞല്ലാതെ ഫർദ, ആ നിഷ്കർഷയുള്ള ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ അറബി രാജ്യങ്ങളിൽപ്പെട്ട ഏറ്റവും സമ്പന്നവും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യത്തെ പ്രധാനമായ മാളിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. രണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെടുന്ന കാര്യം, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം, തന്നോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുക എന്നതാണ്. ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം തന്നെ, അതിൻ്റെ തൗഹീദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ, ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് അതിൻ്റെ എന്താ പറയുക, തലവാചകം, ഹെഡ്. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മുസ്ലിമായിട്ട് പോലും അയാൾക്ക് അറബിയിൽ ഇതിൻ്റെ അർത്ഥം അറിയാമെന്നതുകൊണ്ട് അയാൾ മറ്റൊരു ആരാധനാ കേന്ദ്രത്തിന് തുറന്നു. നിങ്ങൾക്കറിയുമോ, അതായത് നബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിമായ ഒരു അമുസ്ലിം, അങ്ങനെയുണ്ട് ആളുകൾ കേട്ടോ. ഇങ്ങനെ പല ജാതി മുസ്ലിങ്ങളാണ് ലോകത്തുള്ളത്. നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവരെ മറ്റൊരു പേരിട്ടാണ് അവർ വിളിച്ചിരുന്നത്, അവിശ്വാസികൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ. മുനാഫിക്കിൽപ്പെട്ട ഒരാൾ മദീനയിൽ ഒരു പള്ളി നിർമ്മിച്ചു. നബി മദീനയിൽ തിരിച്ചെത്തിയ ഉടനെ ചെയ്ത കാര്യം ആ പള്ളി പൊളിച്ചു മാറ്റുകയായിരുന്നു. അതായത് ഒരു പള്ളി പോലും സൃഷ്ടിക്കാൻ, നിർമ്മിക്കാൻ അനുവാദം നൽകാത്ത സ്ഥലത്ത് ഈ കഥയറിയാവുന്ന രാജാവാണ് സ്വന്തം ചെലവിൽ ഭൂമി വിട്ടു നൽകി അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയെ തന്നെ അനുവദിക്കുകയും ആവോളം അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു എങ്കിൽ മാറുന്ന മാറ്റം നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. അപ്പം ഇതുമായി ആരിഫ് ഹുസൈൻ പറഞ്ഞ വർത്തമാനം ചേർത്ത് വായിക്കണം. കുടിച്ച വെള്ളത്തിൽ മുസ്ലിങ്ങളെ നമ്പാൻ പറ്റില്ല. ആരിഫ് ഹുസൈൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്? ഏത് ഡേറ്റയാണ് അദ്ദേഹത്തിന് ഇതിന്മേൽ തരാനുള്ളത്, നൽകാനുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്? അതുമാത്രമല്ല, ഇത്തരത്തിലെ ഭീകര പ്രവർത്തനങ്ങളും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇന്ന് ഉത്തരേന്ത്യയിൽ അനുനിമിഷം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളെ മാറ്റം കുറ്റം പറയുന്നത്, ഇപ്പം അഫ്ഗാനിസ്ഥാനിൻ്റെ കാര്യമെടുക്കുന്നു, സിറിയ, ഊതികൾ, അങ്ങനെ കുറേ ആളുകളുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്നത് ശരിയാണ്. പക്ഷേ അവരൊക്കെ ഇസ്ലാമിസ്റ്റുകളാണ്, മുസ്ലിങ്ങളാണ്. അക്കാര്യം തിരിച്ചറിയാതിരിക്കാനേ പറ്റില്ല. അപ്പോൾ ഇത് ഈ വ്യത്യസ്തതയെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ വർത്തമാനം. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇതൊന്നും അറിയാത്ത ആളല്ല ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈൻ ബോധപൂർവമായിട്ട് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മോഹൻ ഭഗവത് അദ്ദേഹത്തിൻ്റെ മാതൃകാ പുരുഷൻ ആണ്. മോഹൻ ഭഗവത് ഈ അടുത്ത കാലത്ത് പറഞ്ഞു പോലും, ഇനി ഒരു പള്ളി പൊളിക്കാൻ ഞങ്ങളില്ല. ഇത്തരം സാമൂഹ്യദ്രോഹ സാംസ്കാരിക സംഘടനകൾ അത് ഇസ്ലാമിലുമുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്, ഹിന്ദുക്കളിലുമുണ്ട്.
അവർക്കൊക്കെയാണ് ഇപ്പോഴും നേട്ടവും കൊയ്ത്തുകാലവും. അങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ നിലവിലുണ്ട്. ആ അവസ്ഥ മനസ്സിലാക്കിയ ആളാണ് ആരിഫ് ഹുസൈൻ. അപ്പം മോഹൻ ഭഗവത് ഈ പറഞ്ഞതിനെ ഞാനെന്ന വ്യക്തി ഏതു കണ്ണിൽ കൂടി കാണണം? ആ വർത്തമാനത്തിൻ്റെ ആത്മാർത്ഥത, ഉള്ള്, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഫ്രീ തിങ്കർ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഫ്രീ ആയിട്ട് മറ്റു പലതും കിട്ടുന്നത് കൊണ്ട് അങ്ങനെ തിങ്കറായി മാറും. ആ ഒരവസ്ഥ അതെന്തായാലും ശരിയല്ല എന്നുള്ളത്. ഈ രണ്ട് കാരണങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് എടുത്തു പറഞ്ഞതേ. 100,000 കാര്യങ്ങൾ ഇതുപോലെ എപ്പോഴും നമുക്ക് ആരിഫ് ഹുസൈൻ്റെ വാളിൽ പൊക്കഴിഞ്ഞാൽ നൂറുകണക്കിന് വർത്തമാനങ്ങൾ മുസ്ലിം വിരുദ്ധത അദ്ദേഹം കൈമുതലാക്കിക്കൊണ്ട് തന്നെ. ഇപ്പം നിങ്ങൾ എന്നെ സുഡാപ്പിയാക്കാം, ഞാൻ നിങ്ങളിൽ നിന്ന് സുഡാപ്പി അല്ല എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പേര് മുഹമ്മദ് ഖാനാണ്. മുഹമ്മദ് നബിയുടെ പേരിൻ്റെ കൂടെ ഖാൻ എന്ന് ചേർത്താണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പറ്റിപ്പുകാരനും മാനവ വിരുദ്ധനുമായ ഒരാളുടെ പേരാണ് ഞാൻ പേരിൽ നടക്കുന്നത്. അത് എൻ്റെ തീരുമാനമല്ല. പോട്ടെ. അതുകൊണ്ട് ഞാൻ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാം മതമാണ്. അതിൽ ഒരു തരി പോലും യാഥാർത്ഥ്യമില്ലെന്നും മനുഷ്യ ജീവിതവുമായി അതിന് യാതൊരു ബന്ധവുമില്ലെന്നും മനുഷ്യ മസ്തിഷ്കത്തിലെ വിശ്വാസപരമായ പോരായ്മയെ മുതലാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റു മതങ്ങളെപ്പോലെ ഇസ്ലാമും നിലനിൽക്കുന്നുവെന്നും അതിൻ്റെ എല്ലാ നിയമങ്ങളും ദുർബലപ്പെട്ടതും ഒരു 1400 വർഷം മുമ്പത്തെ ഒരു കാട്ടർബിയുടെ വെറും ജൽപ്പനങ്ങളെന്ന് അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് സുഡാപ്പി എന്ന സർട്ടിഫിക്കറ്റൊക്കെ അങ്ങ് കയ്യിൽ വെച്ച് അട്ടത്ത് വെച്ചിരുന്നാൽ അതിവിടെ എടുക്കുക, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഞാനിവിടെ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഫാസിസ്റ്റുകളുമായി ചർച്ച വേണോ വേണ്ടേ എന്ന വിഷയം. അതാണ് റിഡക്റ്റിയോയുടെ ലൈവിൽ കയറി വന്നിട്ട് ആരിഫ് ഹുസൈൻ ഉന്നയിക്കുന്ന പ്രശ്നം. എൻ്റെ ആ ബഹുമാനപരമായ കുട്ടികൾ പറയുന്നത് ചർച്ചയാകാമെന്നാണ്. നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹവും ബഹുമാനവും, പ്രത്യേകിച്ച് യുക്തിവാദികൾ, ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗോത്ര മനോഭാവ സ്വഭാവഭാഗം ഉണ്ടായിപ്പോകാം, തെറ്റൊന്നുമല്ല, എനിക്കും ഉണ്ടാകാറുണ്ട്. ആരിഫ് ഹുസൈനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അയാളുടെ വ്യക്തിപരമായി എനിക്ക് സ്നേഹം തോന്നി. എനിക്ക് അസുഖബാധിതനായി ആയപ്പോൾ, ഇപ്പോഴും അങ്ങനെയാണ്, അസുഖബാധിതനായി ഇരിപ്പാണ്, എന്നെ വിളിച്ച് ക്ഷേമ അന്വേഷണം നടത്തിയ ആളാണ്. ആരിഫ് ഹുസൈനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല, സ്നേഹമുണ്ട് താനും. പക്ഷെ അദ്ദേഹം എടുക്കുന്ന കപടമായ നിലപാടിനെ തുറന്നു കാട്ടാതിരിക്കാനാവില്ല എന്നതുകൊണ്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നതോടൊപ്പം ഈ ആരിഫ് ഹുസൈൻ്റെ തനത് രൂപം മനസ്സിലാക്കിക്കൊണ്ട് അയാളോട് പ്രതികരിക്കാൻ റിഡക്റ്റീവ് തോറ്റുപോയി എന്ന് ഞാൻ ഉളുപ്പില്ലാതെ തന്നെ പറയും. അവരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും പ്രതീക്ഷയും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയും. ആരിഫ് ഹുസൈൻ എന്തിനാണ് സംഘപരിവാർ ശക്തികളുമായി ചർച്ചയ്ക്ക് പോകുന്നത്? ചങ്ങാത്തം പുലർത്തുന്നുണ്ടല്ലോ, ചർച്ചയല്ല. അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പ്രവൃത്തി ഓരോ നേരവും. റിഡക്റ്റീവിലെ കുട്ടികൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർ ആരിഫ് ഹുസൈൻ്റെ ട്രാക്കിൽ അറിയാതെ വീണുപോയി. അവിടെ കുറേ ക്ലാരിഫിക്കേഷനൊക്കെ പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിൽ തന്നെയും പോരാ, അങ്ങനെയല്ല വേണ്ടത്. കുറച്ചുകൂടെ ശക്തമായ നിലപാട് അവർ എടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ പ്രത്യാശ. പിന്നെ എൻ്റെ ധാരണ മറ്റുള്ളവർ നടത്തണമെന്നില്ലല്ലോ.
എതിരഭിപ്രായങ്ങളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറുള്ള ചർച്ചയാകാം. നിഗൂഢമായ ലക്ഷ്യങ്ങളുമായി പ്രീ പ്ലാൻഡായി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ചർച്ച അവർക്ക് മുതൽക്കൂട്ടാകുമെന്നല്ലാതെ, ഇപ്പം ആരിഫ് ഹുസൈൻ പറയുന്ന ഒരു കാര്യം, അവരുമായൊക്കെ ചർച്ചയിൽ ഏർപ്പെട്ട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ജനങ്ങളെയും അവരെയും നേരാം വഴിയിലേക്ക് ആക്കാം എന്നുള്ളത്, അതൊക്കെ ഒരു ചുമ്മാ പറച്ചിലായിട്ടാണ് എനിക്ക്. നമുക്ക് പറയാനുള്ള ഒരുപാട് വേദികളുണ്ട്. ഇപ്പം സംഘപരിവാർ ശക്തികളുടെ ആളുകളെ ആ നിലയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നോക്കൂ, രാമക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഉയർത്തിക്കാട്ടി അതിന്മേൽ കെട്ടിപ്പൊക്കിയ ഒരു ജനസ്വാധീനം നിങ്ങൾക്ക് എങ്ങനെയാണ് തകർക്കാനാകുക? എൻ്റെ ഒരു ധാരണയിൽ, എൻ്റെ ഒരു മനസ്സിലാക്കലിൽ, അടുത്ത 24-ലെ തിരഞ്ഞെടുപ്പിലും മോദി ആയിരിക്കാം പ്രധാനമന്ത്രി. കാരണം ഇന്ത്യയുടെ മനസ്സ് അത്തരത്തിൽ അബദ്ധജടലവും വിഡ്ഢിത്തം നിറഞ്ഞതും, ജനവിരുദ്ധരെ ജനസ്നേഹികളെന്ന് തെറ്റിദ്ധരിക്കാനുള്ള അവരുടെ അറിവില്ലായ്മ അവരുടെ തലയിൽ അശനിപാതം പോലെ വീഴുന്നത് അവർ ഏറ്റുവാങ്ങി അവർ സുഖിക്കുന്നവരാണ്. അത് ഇങ്ങ് കേരളത്തിൽ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യാം? ആ ശക്തികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതാണ് ഏറ്റവും പ്രധാനം. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഞാൻ ഈ വർത്തമാനം പറയില്ല, പാകിസ്ഥാനിലാണെങ്കിൽ ഞാൻ ഈ വർത്തമാനം പറയില്ല. ഞാൻ ജീവിക്കുന്ന ഇന്ത്യയിൽ, അതും കേരളത്തിൽ പിടിമുറുക്കാൻ വേണ്ടി ഏതു ഹീനശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ നിലപാടുകളെ തുറന്നു കാണിക്കേണ്ടതും എതിർക്കേണ്ടതും അത് തോറ്റു കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിപ്പെടുകയും ചെയ്യേണ്ടത് ഒരു ഫ്രീ തിങ്കറിൻ്റെ കടമയാണെങ്കിൽ ആരിഫ് ഹുസൈൻ ഒരു ഫ്രീ തിങ്കറായി ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ആരിഫ് ഹുസൈൻ്റെ ഈ നിലപാട് മനസ്സിലാക്കാൻ റിഡക്റ്റീവ് തോറ്റുപോയി എന്നുള്ളതാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ 100% അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അറിവാണ്. എന്നെക്കാളും അറിവുള്ള കുട്ടികളാണ്, തുറന്നു പറയാൻ യോഗ്യതയും മടിയും സമർത്ഥരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയ അഭിപ്രായം സ്നേഹബുദ്ധിയാണ്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരിഫ് ഹുസൈൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്രാപ്പിൽ തുറന്ന ചർച്ച വേണോ വേണ്ടയോ എന്ന് വർത്തമാനത്തിനിടയ്ക്ക് നിങ്ങൾ വീണതോ വീഴ്ത്തിയതോ. പ്രത്യാശ ഇനിയും അങ്ങേയറ്റം വളരും, അതിലൊരു തർക്കവുമില്ല. മറ്റൊരു അധ്യായത്തിൽ കാണാം. താങ്ക് യു.